എല്ലായിടത്തും റോഡിന് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കണ്ണിൽ ഒരു ലോഡ് പൊടിയും കൊണ്ടാണ് കേട്ടോ വർക്കിന് വേണ്ടിയിട്ട് ചെന്ന് കയറുന്നത്. കണ്ണാടി വെച്ചിട്ട് വരെ എന്റെ കണ്ണിൽ പൊടി കയറി. എന്താ അല്ലേ. ഇന്നത്തെ വർക്ക് കൊല്ലം കണ്ണനല്ലൂരായിരുന്നു. വൈകിട്ട് എനിക്ക് വേറൊരു വർക്കും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വർക്ക് പെട്ടെന്ന് തീർത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇക്കായും കൂട്ടിക്കൊണ്ടാണ് വന്നത്. ബ്രൈഡിന്റെ ഫ്രണ്ട് ആളിനൊരു വെഡിങ് ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു മെഹന്തി കൊടുത്തത്. എൻക്വയറി ചെയ്തപ്പോൾ ആളിന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ തന്നെ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടും കേട്ടോ. നമ്മൾ ഇത് നല്ലോണം ചെയ്തു കൊടുത്താൽ മാത്രമേ ആ ഒരു കൊടുത്ത ഗിഫ്റ്റിന് ഒരു വാല്യൂ വരത്തുള്ളൂ അല്ലേ. ഞാൻ മെഹന്തി ഇട്ടുകൊണ്ടിരുന്ന ടൈമിൽ രണ്ട് പയ്യന്മാരോട് ഉണ്ടായിരുന്നേ. അവന്മാർക്കാണെങ്കിൽ ഒടുക്കത്തെ ഡൗട്ട് ഇതെന്തോന്ന് ചേച്ചി അതെന്തോന്ന് ചേച്ചി എന്ന് പറഞ്ഞ് പിറകെ നടക്കുന്നുണ്ടായിരുന്നു. ലോട്ടസും ആനയൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വരച്ചാൽ മതി എന്നാണ് കേട്ടോ ബ്രൈഡിന്റെ അടുത്ത് പറഞ്ഞത്. ഇതാണ് കേട്ടോ ഞാൻ ബ്രൈഡിന് ചെയ്തു കൊടുത്ത ഡിസൈൻ. ബ്രൈഡിന് വരച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടമായി. എന്തായാലും ഞാൻ ഈ വർക്ക് തന്ന ആളിനും അയച്ചു കൊടുത്തായിരുന്നു കേട്ടോ. ആള് സൂപ്പർ ആണെന്ന് പറഞ്ഞായിരുന്നു. എന്റെ രണ്ടാമത്തെ ബ്രൈഡിന്റെ പേര് ഷഹനാസ് എന്നാണ്. ആളുടെ വീട് വരുന്നത് വർക്കലയിലായിരുന്നു കേട്ടോ. ആൾ എന്നെ ബുക്ക് ചെയ്തത് തലേന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് ഈ വർക്കിന്റെ തലേന്ന്. ആള് കുറെ മാസങ്ങൾക്ക് മുമ്പേ എന്റെ എൻക്വയറി ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ബുക്ക് ചെയ്യാൻ മറന്നുപോയി. കറന്റ് ഒരു ദിവസം ഒരു വർക്ക് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ അപ്പോയിൻമെന്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ വർക്ക് വന്നപ്പോൾ ഞാൻ സമയമില്ലട പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് വരാത്ത എത്ര മണിയായാലും കുഴപ്പമില്ല മെഹന്തി ഇട്ട് തരണേ എന്ന് പറഞ്ഞപ്പോൾ എന്തോ വിട്ടുകളയാൻ തോന്നിയില്ല. അങ്ങനെ ബ്രൈഡ് വീട്ടിൽ വന്നു. ഈ വർക്കിന് വേണ്ടിയിട്ട് ആൾ വരുന്നത് വരെ എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ. ഇനി വരോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചു. കല്യാണ ചെക്കനാണ് കേട്ടോ ബ്രൈഡിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ ആൾക്ക് എന്നെ വീഡിയോസിലൊക്കെ കണ്ട് അറിയായിരുന്നു. അങ്ങനെ കല്യാണത്തിനൊക്കെ എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവർ സന്തോഷത്തോടെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.